വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഒരു മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ചമ്മന്തിയാണ് കേട്ടോ നമ്മുടെ പപ്പട ചമ്മന്തി. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് ചെറിയ വ്യത്യാസത്തോടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പപ്പട ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ആദ്യം പപ്പടമാണ് എടുത്തിട്ടുള്ളത്. 4 പപ്പടം മതി കേട്ടോ, നമുക്ക് അധികം പപ്പടം വേണ്ട. പിന്നെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. എരിവുള്ള വറ്റൽമുളകാണെങ്കിൽ 4 എണ്ണം തന്നെ. കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു 6 or 7 എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളൻപുളി. ചെറിയൊരു 1/2 ടീസ്പൂൺ എന്ന് പറയാം വാളൻപുളി, അത്രയും മതി. വാളൻപുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ചിരവിയത് 1/2 കപ്പാണ് വേണ്ടത്. 4 പപ്പടത്തിന് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ എടുക്കാം. അത് നിങ്ങൾക്ക് എത്രത്തോളം ചമ്മന്തി വേണം എന്നുള്ളതനുസരിച്ച് നമ്മുടെ തേങ്ങയുടെ അളവ് തീരുമാനിക്കാം. ഇനി നമുക്ക് ആദ്യം പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പപ്പടം ഇട്ടിട്ട് ഒന്ന് കാച്ചിയെടുക്കാം. ഒരുപാട് പൊങ്ങി പോകുന്ന രീതിയിലുള്ള പപ്പടം ഈ ഒരു പപ്പട ചമ്മന്തിക്ക് വേണ്ട കേട്ടോ. നമുക്ക് പൊങ്ങി പോവാത്ത പപ്പടമാണ് വേണ്ടത്. അപ്പോൾ പപ്പടം കാച്ചുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് പപ്പടം കാച്ചിയെടുക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കാനൊന്നുമില്ല. ഞാൻ എല്ലാ പപ്പടവും കാച്ചിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പപ്പടം എല്ലാം കാച്ചിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എത്രത്തോളം തേങ്ങ വേണോ, ഞാൻ പറഞ്ഞല്ലോ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ, അതിനനുസരിച്ച് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. നല്ല പച്ച തേങ്ങയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. തേങ്ങ ചേർത്തതിന് ശേഷം നമ്മുടെ വറ്റൽമുളക്, പുളി, അതുപോലെ തന്നെ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുക. നമ്മൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് പപ്പടവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങയും മുളകും പുളിയും ഉപ്പും എല്ലാം ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പപ്പടം ഒന്ന് പൊടിച്ച് ചേർക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പപ്പടവും കൂടി ചേർത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പടവും തേങ്ങയും എല്ലാം ചേർത്ത് നല്ലൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇതിലും ഫൈനായിട്ട് അരയ്ക്കേണ്ട. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി കറക്കിയെടുക്കുക. ഉപ്പ് കുറവാകേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് പപ്പടം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. കുറച്ച് തൈരും പപ്പട ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നുമില്ലല്ലോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ഓർത്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.